ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഴിമതിയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് തോട്ടപ്പള്ളിയിൽ നടക്കുന്ന ഈ അഴിമതി. അതുകൊണ്ടാണല്ലോ മാസപ്പടിയൊക്കെ വാങ്ങിച്ചത്. മാസപ്പടിയൊക്കെ വാങ്ങുന്നത് അതുകൊണ്ടാണ്. മാസപ്പടി വാങ്ങിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി മേഖലയിൽ കരിമണൽ ഖനനം നടക്കുന്നുണ്ടല്ലോ. എന്തിനാണ് നിങ്ങളതിനെ പ്രതിരോധിക്കുന്നത്? ഇത് ആലപ്പുഴയുടെ തീരെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ഒന്നും കുഴിച്ചു വാരിക്കൊണ്ട് പോകാൻ പറ്റുന്നതല്ല. ഈ തീര സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തീര മണലെന്ന് പറയുന്നത്. ഇത്രയേറെ സാന്ദ്രതയേറിയ ഈ മണലാണ് ഈ തീരത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള തീരം മൊത്തത്തിൽ ദുർബലമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തീരത്തെങ്ങും പാറക്കെട്ടുകളില്ല. വെള്ളാരം കല്ലുകളോ ഗ്രാനൈറ്റോ പിന്നെ ചെങ്കല്ലോ ഒന്നുമില്ല. ഇവിടെ ഉള്ളത് ഈ മണൽത്തരികൾ മാത്രമാണ്. ഈ കട്ടിയുള്ള മണൽത്തരികൾ ഇവിടെ അടിഞ്ഞിട്ടാണ് ഈ തീരവരമ്പ് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ തീരവരമ്പ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശം ഇവിടെ ഉണ്ടാവില്ല. ഇതുമാത്രമല്ല, ഇതിന് കിഴക്കുവശത്ത് കിടക്കുന്നത് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങളാണ്. കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമാണ്. ലോകത്തിലെ രണ്ടാമത്തെ സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. ആദ്യത്തേത് നെതർലൻഡാണ്. അപ്പോൾ അവിടെയാണ് അതാണ് കേരളത്തിൻ്റെ നെല്ലറ. കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ. ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യസമ്പത്തുള്ള പ്രദേശമാണ് കുട്ടനാട്. വളരെയേറെ വിലപിടിപ്പുള്ള മത്സ്യങ്ങൾ, ഞണ്ട്, കൊഞ്ച്, ക്യാറ്റ് ഫിഷ്, പേൾ ഫിഷ്, കരിമീൻ, ഇങ്ങനെ ലോക പ്രശസ്തങ്ങളായ മത്സ്യവിഭവം, കക്കകൾ, അങ്ങനെ ലോകപ്രശസ്തമായ മത്സ്യവിഭവങ്ങളുള്ള സ്ഥലമാണ് കുട്ടനാട്. ഈ കുട്ടനാട് ഈ തീരവരമ്പില്ലാതായാൽ ഈ കുട്ടനാട് നശിച്ചു പോവും. ഈ കുട്ടനാടെന്ന് പറയുന്നത് വേമ്പനാട് കായലിൻ്റെ ഒരു വലിയ ഭാഗമാണ്. വേമ്പനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ റംസാർ സൈറ്റാണ്. ഇതങ്ങ് തൃശ്ശൂർ മുതൽ അങ്ങ് തെക്ക് അഷ്ടമുടി കായൽ വരെയുള്ള പ്രദേശങ്ങൾ, ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഇവിടെ കരിമണൽ ഖനനം നടത്തുന്നത് അങ്ങേയറ്റം അശാസ്ത്രീയമാണ്. അങ്ങേയറ്റം അശാസ്ത്രീയമെന്ന് മാത്രമല്ല, ഈ നാടിനോട് എന്തെങ്കിലും കൂറോ സ്നേഹമോ ഉള്ള ആൾ ചെയ്യുന്ന കാര്യമല്ല. ഇത് വെറും ലാഭക്കൊതിയാണ്.